നമുക്കൊപ്പം AK അഷ്റഫ് ഉണ്ട്. AK അഷ്റഫ് MLA ഈ ദുരന്തമുണ്ടായ നാൾ മുതൽ 2 ദിവസം കഴിഞ്ഞ് എനിക്കറിയാം, ഞാൻ അവിടെ എത്തുമ്പോൾ AK അഷ്റഫ് അവിടെ സജീവമായിട്ടുണ്ട്. അവിടെ സതീഷ് കൃഷ്ണശൈൽ MLAയും ഒപ്പം AK അഷ്റഫുമാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. ചില പാളിച്ചകൾ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും AK അഷ്റഫിൻ്റെയൊക്കെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ വേഗം ട്രാക്കിലാക്കിയിട്ടുണ്ട്. ശ്രീ AK അഷ്റഫ്, ഒരു വേള നിലച്ചുപോയി എന്ന് കരുതിയ ഒരു തെരച്ചിലാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ശക്തമായി വരുന്നു. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞതും കാഴ്ച ശക്തമായതും ഒപ്പം തന്നെ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് വീണ്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. ഇന്നിപ്പോൾ ജാക്കി ലിവറും കയറും, ഇത് രണ്ടും പിന്നെ ഒരു ലോഹഭാഗവും, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്, ഒരു ക്ലൂ ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അഷ്റഫല്ലേ, എന്തു തോന്നുന്നു? തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ, അതോ അതിനു മുൻപ് തന്നെ ഈ പോക്ക് പോയാൽ നമുക്ക് ആ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ? ശ്രീ AK അഷ്റഫ്. ശ്രീ അർജുൻ, അല്ല ശ്രീ നമ്മുടെ അരുൺ, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊക്കെ ലൈവായി ഈ ഇവിടുത്തെ പ്രതികൂല കാലാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇവർ ആ വെള്ളത്തിൻ്റെ നോട്ട് പറഞ്ഞുകൊണ്ടാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. രണ്ടാമത് ഞാൻ അർജുൻ്റെ ഫാമിലിയിലെ ജിതിനുമായി നിരന്തരമായി എല്ലാ ദിവസവും ഒരു 4-5-6 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് രണ്ടാമത് തിരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ കോഴിക്കോട് MP MK രാഘവേട്ടനെയും കൂട്ടി കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് ഫിക്സ് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴാണ് അവർ മൈസൂരിലേക്ക് പോയതും. ഞാൻ നേരെ ബാംഗ്ലൂർ പോയി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ കണ്ട് കൃത്യമായി ഈ ഫാമിലിയുടെ കാര്യങ്ങൾ രേഖാമൂലം ബോധിപ്പിച്ച ഒരാളാണ്. അന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി ട്രിലോക് ചന്ദ്രൻ, അദ്ദേഹം എന്നോട് ഒരു മീറ്റിംഗ് രൂപേണ ഉത്തര കന്നഡ ജില്ലാ കലക്ടറുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വിതിൻ 2 ഡേയ്സിൽ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ്. ഞാൻ നിയമസഭയിൽ നിന്ന് രാത്രി 7 മണി കർണാടക അസംബ്ലിയിൽ നിന്ന് അദ്ദേഹത്തെ കണ്ട് പുറത്ത് വരുമ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ കണ്ട കാര്യം പറഞ്ഞൊരു കാര്യമായിരുന്നു. തുടർന്ന് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് വീണ്ടും ഇന്നലെയല്ല, കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഇവിടെ എത്തി രാവിലെ മുതൽ നേവി എത്തും, തെരച്ചിൽ നടത്തുമെന്നൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തു നിന്നെങ്കിലും നിങ്ങൾ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അനിശ്ചിതത്വമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് വൈകുന്നേരം ഈശ്വർ മൽപ്പെ മുങ്ങി തെരച്ചിൽ നടത്തിയെങ്കിലും അന്നാണ് നമുക്ക് ഈ ജാക്കി ലിവർ കിട്ടുന്നതും പ്രതീക്ഷ പകരുന്നൊരവസ്ഥയൊക്കെ വരുന്നത്. ഇന്നേതായാലും ഞാനിവിടെ ഷിരൂരിലെത്തിയതിന് ശേഷം കലക്ടറുമായി നിരന്തരമായി SP-യുമായി സതീഷ് കൃഷ്ണശൈലുമായി നമ്മുടെ അർജുൻ്റെ കാര്യത്തിൽ സംസാരിച്ച ഒരാളാണ്. ഇന്ന് കലക്ടർ ഉറപ്പ് നൽകി രാവിലെ നേവിയും SDRFും NDRFും നമ്മുടെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരായ ഈശ്വർ മൽപ്പയുടെ ടീമും ഒരു ടീമായി ഇന്ന് തെരച്ചിൽ നടത്തും, നമുക്ക് ഉച്ചയോടുകൂടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. രാവിലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു, ഞാനതൊക്കെ കണ്ട ഒരാളുകളാണ്. അതിനുശേഷം മാധ്യമങ്ങളുടെ ഇക്കാര്യങ്ങളിലൊക്കെ SP-യുമായും കലക്ടറുമായും തുടർന്ന് നടന്ന മീറ്റിങ്ങിലൊക്കെ കൃത്യമായി കേരളത്തിലെ മാധ്യമപ്രവർത്തകരെക്കുറിച്ച് വീണ്ടും അവർ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഞങ്ങളുടെ സ്റ്റേറ്റിനെക്കുറിച്ച്, ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് റോങ്ങായി മലയാളികൾക്ക് ഇൻഫോർമേഷൻ നൽകുന്നു എന്ന് പറഞ്ഞതിനെ വാദിച്ച് ഞാൻ അവരുടെ മുമ്പിൽ അത് കൃത്യമായി അതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിച്ച ഒരാളാണ്. ഇന്ന് നമുക്കൊരു പ്രതീക്ഷ പകരുന്നൊരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കയറും, അതോടൊപ്പം ഇന്നലെ കിട്ടിയ ഈ ജാക്കി ലിവറും, പിന്നെ 1, 2, 3 നമ്മുടെ മനാഫ് ഉറപ്പിച്ച ഈ ലോറിയുടെ 2-3 കഷ്ണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നതെങ്കിലും ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്. ഞാൻ ഇന്ന് സതീഷ് കൃഷ്ണശൈലിൻ്റെ കൂടെ പിന്നെ ഇവിടുത്തെ SP-യുടെ കൂടെ ജാക്കറ്റ് ധരിച്ച് ഞാനും ആ കയറൊക്കെ കാണാൻ വേണ്ടി ഗംഗാവലി പുഴയിൽ നിന്ന് വീണ്ടും ബോട്ടിലൂടെ SDRFിൻ്റെ ആളുകളുടെ കൂടെ നേവിയുടെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് അവർ കണ്ടെത്തിയൊരു കാര്യം, ആ 20 മീറ്ററിനകത്ത് മണ്ണിനടിയിൽ അപ്പം തന്നെ നമ്മുടെ ഈശ്വർ മൽപ്പ പൊങ്ങി വന്നു. ഈശ്വർ മൽപ്പയെ ബോട്ടിലേക്ക് കയറ്റി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഒരു കൃത്യമായി ഈ പാറയുടെയും മരത്തിൻ്റെയും അടിയിൽ ലോറി നമ്മുടെ ഭാരത് ബെൻസ് ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, അതൊക്കെ പറയുമ്പോഴും ഈ ഡ്രഡ്ജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് ഇല്ലായിരുന്നു.
ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം നിർബന്ധമായും ഒരു ഉച്ചക്ക് ആ സതീഷ് സ്റ്റൈലിനോട് പറഞ്ഞ് നമുക്കൊന്ന് ഇരിക്കണം, നിർബന്ധമായും ഒന്ന് സംസാരിക്കണം. അതിനിടയിൽ ഒരു പേര് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ മണിക്കൂർ വെച്ച് കോഴിക്കോട്ടെ MP രാഘവേട്ടനെ വിളിച്ചുകൊണ്ടേയിരുന്നു. കലക്ടറും SP സ്പോട്ടിലേക്ക് ഈ ഈശ്വർ മൽപ്പ ഇറക്കുന്ന പ്രയാസം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ കർണാടക ഡെപ്യൂട്ടി CM-മായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇവർ സജീവമാകുന്നതും ഒരു യോഗോപനം വരുന്നതും. അതിനൊക്കെ സാക്ഷിയാണ് അർജുൻ്റെ അളിയൻ ജിതിൻ ആ സ്ഥലത്ത്. ഇത് ഞാൻ ഇടപെടുന്ന നേരിട്ട് കണ്ട ഒരാളാണ്. നമുക്ക് ഏതായാലും ഇന്ന് ഈ ഇവർ സൂചിപ്പിച്ച ക്രെയിൻ ഇറ്റാച്ചി മൗണ്ടഡ് ബാർജ് നിറയുന്ന ഒരു യന്ത്രം, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടർ, SP, സതീഷ് MLA അടക്കമുള്ള ആളുകൾ അതിന്ന് കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാൻ കാരണം ഈ ലോറി ഈ പറയുന്ന മരത്തിൻ്റെയും പാറകളുടെയും അടിയിലുണ്ട് എന്ന് 100% ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഗംഗാവലി പുഴയുടെ 100% എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമല്ലോ ശ്രീ AK മഷറഫ്. എനിക്കൊന്നും ആ ലോറി ഈ കയറ് കണ്ടെത്തിയതും മാൽപ്പെ പറഞ്ഞതും ഒക്കെ ഉള്ളൊരു ആത്മവിശ്വാസമായിരിക്കും അല്ലേ? ഞാൻ 100%. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും ഇപ്പം അർജുൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പം എന്നോട്, ഞാനൊരു മഞ്ചേശ്വരത്തെ MLA ആണ്, എന്നോട് അർജുൻ ആരെന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ അനുജനാണ് അർജുൻ. അത്രമാത്രം എൻ്റെ വീട്ടിൽ നിന്ന് പോലും എൻ്റെ വൈഫിൽ നിന്ന് വിളിച്ച് എന്നോട് വെച്ചൊരു ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നല്ല ചോദിച്ചത്, അർജുനെ കിട്ടിയോ തുമ്പ് കിട്ടിയോ എന്ന് ചോദിക്കുന്നത് എൻ്റെ വൈഫ് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത്രമാത്രം ഓരോ ആളുകളുടെ അർജുന്റെ വിഷയത്തിൽ നമ്മളൊക്കെ സങ്കല്പിക്കുന്ന നമ്മുടെയൊക്കെ വീടിന്റെ ഭാഗമായി കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട് AK മഷറഫ്, താങ്കൾ ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായ ഡ്രഡ്ജർ മെഷീൻ അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം താങ്കൾ നടത്തി. അത് വളരെ നന്ദിയുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല AK മഷറഫ് പറഞ്ഞതുപോലെ 100% ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകൾ വീണ്ടും ജനിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് കനം വയ്ക്കുകയാണ്. താങ്ക് യു ശ്രീ AK മഷറഫ്. എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറ്റന്നാൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇതിനെക്കുറിച്ച്. താങ്കൾ അവിടെ തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഡ്രഡ്ജർ വരുമ്പോൾ താങ്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം തീർച്ചയായിട്ടും. കാരണം ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി AK മഷറഫ് അവിടെ ഉണ്ട്, ഇനി കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ അങ്ങയുടെ ഇടപെടലുകൾ. എല്ലാ ഉദ്യോഗസ്ഥരെയും അങ്ങേക്ക് നേരിട്ടറിയാം. എല്ലാ MLA-മാരും ഇപ്പോൾ ഡെപ്യൂട്ടി CM-നെ കൊണ്ട് തന്നെ കാര്യങ്ങൾ വിളിച്ച് താങ്കൾ അടക്കമുള്ളവർ സമ്മതിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു ശ്രീ AK മഷറഫ്.